നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജനദ്രോഹ സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്ത് വരുമെന്ന് KP ധനപാലൻ. എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്രയേറെ വഞ്ചിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്ത സർക്കാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. വിശ്വാസികളുടെ അഭയകേന്ദ്രമായ ശബരിമലയെ പോലും കൊള്ളയടിച്ച ഇടതുപക്ഷ സർക്കാരിന് ചുട്ട മറുപടി നൽകാൻ അവസരം കാത്തിരിക്കുകയാണ് പറവൂരിലെ പ്രബുദ്ധരായ ജനങ്ങൾ. പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോലും ധൈര്യമില്ലാതെ പല സ്ഥാനാർത്ഥികളും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. ഡിസംബർ 9 നടക്കുന്ന പറവൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ 30 വാർഡുകളിലും കൈപ്പത്തി ചിഹ്നത്തിൽ മികവുറ്റതും സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങളെ മത്സരിപ്പിക്കാൻ സാധിച്ചത് പാർട്ടിക്ക് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് പറവൂർ നഗരസഭാ ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനും വോട്ട് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടിയുള്ള സ്ഥാനാർത്ഥി പര്യടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പൽ കൗൺസിലിൽ കുറെ നാള് ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കി ഒറ്റയാൻ സമരം നടത്തിയ ആളാണ്. ദിവസവും രാവിലെ ഒരു പായുമായിട്ട് വരും, കൗൺസിൽ കഴിയുമ്പോൾ കുത്തിയിരിക്കും. പ്രതിപക്ഷങ്ങൾക്ക് പോലും ഒരു റോളില്ല. അപ്പോൾ ഞങ്ങള് MLA ആയിട്ട് ആലോചിച്ചപ്പോൾ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല, ഇതിനകത്ത് കയറിയത് ശല്യം ഒഴിവാവില്ല, അങ്ങനെ അകത്ത് പിടിച്ചു നിർത്തി. ഇപ്പോ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാന്റെ വലം കൈയായി പ്രവർത്തിക്കുന്നു. ഒരു ഭാവി വാഗ്ദാനമാണ്. പഴയ സ്വഭാവമൊക്കെ മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1-ാം വാർഡിൽ 2-ാം വാർഡിൽ മത്സരിക്കുന്ന നഗരസഭ മുൻ ചെയർമാൻമാർ, റിട്ടയർഡ് തഹസിൽദാർ, റിട്ടയർഡ് വില്ലേജ് ഓഫീസർ, അധ്യാപകർ തുടങ്ങിയ പരിചയസമ്പന്നരെയാണ് പാർട്ടി മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ളത്. ബ്ലോക്ക് പ്രസിഡന്റ് MS റജി, ബീന ശശിധരൻ, MJ രാജു, ഡെന്നി തോമസ്, അനു വട്ടത്തറ, ജോസ് മാളിയേക്കൽ, N മോഹനൻ, രമേശ് D കുറുപ്പ്, D രാജകുമാർ തുടങ്ങി എല്ലാ സ്ഥാനാർത്ഥികളും പര്യടന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.